ഹലോ സ്റ്റുഡൻസ്, വേപ്പർ കംപ്രഷൻ സിസ്റ്റം നമ്മുടെ ഈ മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊന്നാണ് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതും റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെയും എയർ കണ്ടീഷണറിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. വർക്കിംഗ് അല്ല, വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് എന്നുള്ളത് വേറെയാണ്, നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യും. ഇത് വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഈ സാധാരണ രണ്ട് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ റെഫ്രിജറേറ്ററിൻ്റെയും എയർ കണ്ടീഷണറിൻ്റെയൊക്കെ വർക്കിങ്ങിലുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം, രണ്ടാമത്തത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയും. ഈ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമുക്ക് പഠിക്കാനില്ല, സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തു. കഴിഞ്ഞ സിലബസിലൊക്കെ ഉണ്ടായിരുന്നു, ഇത്തവണ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഈ ഒരെണ്ണം വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെയും എയർ കണ്ടീഷണറൊക്കെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ്. അതുപോലെ ഈ നമ്മുടെ കാറിലുള്ള AC അതെല്ലാം ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെയും നമ്മുടെ എയർ കണ്ടീഷണറിൻ്റെയൊക്കെ വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ആക്ച്വലായിട്ടുള്ള വർക്കിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൻ്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഇവിടെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിഗർ വരച്ച് എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നാലും ബാലേന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നാലും ഒരുപാട് വലിയ ടേംസും വലിയ കാര്യങ്ങളൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സംഭവം, ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയുള്ള നോട്ട്സ് ഞാൻ തന്നെ തരാം. നമ്മുടെ ബെഞ്ചമിനിലുള്ളതിനേക്കാളും സിമ്പിളായിട്ടുള്ള നോട്ട്സ് ഞാൻ തരാം. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ 10 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗറിന് തന്നെ ഒരു 4 മാർക്ക് കാണും. അതിൻ്റെ കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് സിമ്പിൾ സെൻറ്റൻസ്, ഒരു 6-7 സിമ്പിൾ സെൻറ്റൻസ് കൊണ്ട് നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ഇതാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ ബേസിക്കലി അതിൻ്റെ വർക്കിംഗ് ഞാൻ പറയാം. അതിന് മുന്നേ ഈ കാണിച്ചിട്ടുള്ള എലമെൻറ്റ്സ്, കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 4 കമ്പോണൻസ് ആണുള്ളത് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ. ആദ്യത്തേത് കംപ്രസർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഈ കംപ്രസർ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, കംപ്രസ് ചെയ്യാനാണ് കംപ്രസർ എന്ന് പറയുന്നത് ഡിവൈസ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമല്ലോ. എന്തിനെയാണ് കംപ്രസ് ചെയ്യുന്നത്? റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. ഈ റെഫ്രിജറൻറ്റ് എന്ന വേർഡ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. റെഫ്രിജറൻറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെയും എയർ കണ്ടീഷണറിലൊക്കെ ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. ഈ റെഫ്രിജറൻ്റാണ് ഈ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ വെജിറ്റബിൾസിൽ നിന്നും ഫുഡ് ഐറ്റംസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമൊക്കെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് അത് റിജക്റ്റ് ചെയ്യുന്നത്. പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തോട്ട്, സറൗണ്ടിങ്സിലോട്ട് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഈ കോൾഡ് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഹോട്ട് ബോഡിയിലോട്ട് റിജക്റ്റ് ചെയ്യുക. അതായത് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്ന് തുടക്കത്തിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കുന്ന സമയത്ത് അതെല്ലാം നല്ല ഹോട്ടായിരിക്കും. അത് കഴിഞ്ഞ് അതിനെ തണുപ്പിച്ച് കൊണ്ടുവരികയാണല്ലോ. അങ്ങനെ ആ തണുത്ത ഇതിൽ നിന്നും കൂടെ നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിൽ നിന്നും ഈ ഫ്രൂട്ട്സ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും അതിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് പുറത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ള സറൗണ്ടിങ്സിലേക്ക് റിജക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. ആ റെഫ്രിജറൻറ്റ് ആണ് ഇവിടെ കംപ്രസ് ചെയ്യുന്നത്. അതൊരു ഫ്ലൂയിഡാണ്. അത് ചില കമ്പോണൻസിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ അത് ലിക്വിഡ് ഫോമിലാവും, ചില കമ്പോണൻസിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ അത് വേപ്പർ ഫോമിലാവും. അതിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് ഓരോ കമ്പോണൻറ്റിൽ നിന്നും പുറത്തിറങ്ങുമ്പം അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ്, അതായത് റെഫ്രിജറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ് എന്നാണ് ഈ റെഡ് കളറിൽ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ കംപ്രസറിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെഫ്രിജറൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേപ്പറാണ്. കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ളതും ആ വേപ്പർ ഫോമിൽ തന്നെയായിരിക്കും അകത്തോട്ട് കയറുന്നത്. കംപ്രസറിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വേപ്പർ ഫോമിൽ തന്നെയായിരിക്കും. കണ്ടൻസറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അത് ലിക്വിഡ് ഫോമിലാവും. അത് ഇനി എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്ന ഡിവൈസിലേക്ക് കയറി ഇറങ്ങുമ്പോൾ ലിക്വിഡ് പ്ലസ് വേപ്പർ എന്ന ഫോമാവും. അതിൽ നിന്ന് ഇവാപ്പറേറ്ററിലോട്ട് കയറി ഇറങ്ങുമ്പോഴേക്കും തിരിച്ച് ലിക്വിഡ് പ്ലസ് വേപ്പറിൽ നിന്ന് വേപ്പറായിട്ട് മാറും. അങ്ങനെ ഓരോ ഡിവൈസിലോട്ട് കയറി ഇറങ്ങുമ്പോഴും അതിൻ്റെ ഫോം, ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് മാറിയെന്നിരിക്കും. അപ്പോൾ ആ ഫിസിക്കൽ സ്റ്റേറ്റാണ് ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ കംപ്രസർ എന്ന് പറയുന്നത് കംപ്രസ് ചെയ്യാൻ, നമ്മുടെ ഈ വർക്കിംഗ് ഫ്ലൂയിഡ് അതായത് റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കംപ്രസർ എന്ന ഡിവൈസ് ഉള്ളത്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അവിടെ കൂളിംഗ് വാട്ടറൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കണ്ടൻസർ എന്നുള്ളത്. നമുക്ക് അതിൻ്റെ എന്താണ് അവിടെ സംഭവം, എന്തിനാണ്
എന്തിനാണ് ഹീറ്റ് റിമൂവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ആ വർക്കിംഗ് ഫ്ലൂയിഡിൽ നിന്ന് ഹീറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാനാണ് ഈ കൂളിംഗ് വാട്ടർ എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ള എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ വാൾവ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാൾവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എക്സ്പാൻഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, പെട്ടെന്ന് സഡനായിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്യും. കാരണം വോളിയം സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പം പ്രഷർ ഡിക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്ന ഡിവൈസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഡിവൈസാണ്. ഈ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിനെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഭാഗം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഭാഗത്താണ് നമ്മൾ ഫ്രീസറൊക്കെ വരുന്നത് ഫ്രിഡ്ജിൻ്റെ അകത്ത് തന്നെയാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ ആ ഫ്രീസറിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവാപ്പറേറ്റർ എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ഡിവൈസിലൂടെ കയറി ഇറങ്ങുമ്പോൾ ഈ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്നാണ് ഞാൻ ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ ഡിവൈസിൽ വെച്ചും ഈ വർക്കിംഗ് ഫ്ലൂയിഡിന് എന്താണ് ചെയ്യുന്നത് എന്നാണ് ഈ ഗ്രീൻ കളറിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്രസറിൽ വെച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എക്സ്പാൻഷൻ വാൾവിൽ കൂടെ കയറി ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ ഈ ഗ്രീൻ കളറിൽ പ്രഷർ ഡിക്രീസ് എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഓരോ സ്റ്റേറ്റ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് 1, 2, 3, 4. അപ്പോൾ അതും കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്ന എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ, ഈ എന്താണ് നമ്മുടെ ഫ്രിഡ്ജ് ചെയ്യുന്ന ജോലി എന്താണ് ഫ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉള്ള സാധനങ്ങളിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് കളയുക. അപ്പോൾ അതാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫ്രിഡ്ജ് ആയിരുന്നാലും എയർ കണ്ടീഷണർ ആണെങ്കിൽ റൂമിൻ്റെ അകത്തുള്ള എയറിൽ നിന്ന് ഹീറ്റാണ്. എയർ ആയിരുന്നാലും അല്ലെങ്കിൽ ഹ്യൂമൻസ് ഉണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്നായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് കമ്പൗണ്ട്സിൽ നിന്നായിരുന്നാലും ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് കളയുക, ആ റൂമിന് പുറത്തോട്ട് കളയുക, സറൗണ്ടിങ്സിലേക്ക് കളയുക. അപ്പോൾ അതാണ് എയർ കണ്ടീഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ആയിട്ട് കമ്പയർ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് എനർജി ഈ ഐറ്റംസിൽ നിന്ന് ഫുഡ് ഐറ്റംസിൽ നിന്ന് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് കളയുക. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഫ്രിഡ്ജിന് പുറത്തേക്ക് കളയുക എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വേപ്പർ ഫോമിലായിരിക്കും നമ്മുടെ റെഫ്രിജറൻറ്റ് ഈ കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അവിടെ വെച്ച് ഈ കംപ്രസർ ഉപയോഗിച്ച് റെഫ്രിജറൻറ്റ് പ്രഷർ ഒരുപാടങ്ങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് കംപ്രസർ എന്ന ഡിവൈസ് ഉള്ളത്. അതിനെ കംപ്രസ് ചെയ്ത് ഈ റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്ത് വളരെ ഹൈ പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ പുറത്തിറങ്ങുന്ന റെഫ്രിജറൻറ്റ് നേരെ വളരെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും റെഫ്രിജറൻറ്റ് കംപ്രസറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയാൻ കാര്യം വളരെ ഹൈ പ്രഷറിലോട്ടാണ് കംപ്രസ് ചെയ്യുന്നത്. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടെമ്പറേച്ചറും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആകും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നോർമൽ ടെമ്പറേച്ചറിലുള്ള വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കും അകത്തോട്ട് കയറുന്നത്. അത് കംപ്രസ് ചെയ്ത് വളരെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പറായിട്ടായിരിക്കും ഈ റെഫ്രിജറൻറ്റ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അത് നേരെ കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് കയറും. ഈ കണ്ടൻസറിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ഈ ഹൈ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കുക എന്നതാണ് ഈ കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് കൂളിംഗ് വാട്ടർ എല്ലാം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് റെഫ്രിജറൻറ്റിലുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് പുറത്തോട്ട് കളയും ഈ കൂളിംഗ് വാട്ടർ ഉപയോഗിച്ച്. അത് ഈ റെഫ്രിജറൻറ്റിനെ തണുപ്പിക്കുക എന്ന ഫംഗ്ഷനാണ് ഈ കണ്ടൻസർ എന്ന് ആ പേരിൽ നിന്ന് തന്നെയുണ്ട് കണ്ടൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി അങ്ങ് റിമൂവ് ചെയ്യുമ്പോഴേക്കും ഈ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് ലിക്വിഡ് ഫോമിലോട്ട് മാറും. കാരണം വേപ്പർ ഫോം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലായിരുന്നു നിൽക്കുന്നത്. അതിലുള്ള ആ ടെമ്പറേച്ചറിനെ ഈ കൂളിംഗ് വാട്ടറൊക്കെ ഉപയോഗിച്ച് കണ്ടൻസർ ഉപയോഗിച്ച് അതിനെ അങ്ങ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്യുമ്പോഴേക്കും അത് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ടാവുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ പ്രഷർ അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. ഇവിടെ നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെയും കൂടെ കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നു, ഈ പ്രോസസ്സിലും കൂടെ കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിലൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കുന്നില്ല. ആക്ച്വലായിട്ടുള്ള കേസിൽ അങ്ങനെ നടക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഷറിന് അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷറായിട്ട് തന്നെ നിൽക്കും. ഹീറ്റ് എനർജി മാത്രം അങ്ങ് റിമൂവ് ചെയ്യും. അങ്ങനെ ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോഴേക്കും അത് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ടാവുന്നു. ആ ലിക്വിഡ് ഫോമിലോട്ടായ റെഫ്രിജറൻറ്റ് നേരെ എക്സ്പാൻഷൻ വാൾവിലേക്ക് കയറുന്നു. ഈ എക്സ്പാൻഷൻ വാൾവ് വെച്ച് സഡനായിട്ട് അത് അങ്ങ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പം ഹൈ പ്രഷറിലുള്ള
ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻ്റാണ് എക്സ്പാൻഷൻ വാൽവിലൂടെ കയറുന്നത്. എക്സ്പാൻഷൻ വാൽവ് വെച്ച് സഡനായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുകയും അത് കാരണം അതിൻ്റെ പ്രഷർ സഡനായിട്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പ്രഷർ ഈ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റ് ഇതിൻ്റെ അകത്ത് വെച്ച് സഡനായിട്ട് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അതായത് സഡനായിട്ട് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റിൽ കുറേ പോർഷൻ, അതായത് ഒരു 60-70% പോർഷൻ ലിക്വിഡിൽ നിന്ന് വേപ്പറായിട്ട് അങ്ങ് മാറും. അപ്പോൾ അതായത് ലിക്വിഡ് ഫോമിലുള്ള ഫുള്ള് 100% ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻ്റ് ആയിരിക്കും എക്സ്പാൻഷൻ വാൽവിലോട്ട് കയറുന്നത്. ഇതിൻ്റെ അകത്ത് വെച്ച് സഡനായിട്ട് എക്സ്പാൻഷൻ കാണാൻ അതിൻ്റെ പ്രഷർ സഡനായിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അത് കാരണം അതിൽ കുറേ പോർഷൻ റെഫ്രിജറൻ്റ് കുറേ പോർഷൻ തിരിച്ച് വേപ്പറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് വേപ്പർ ആ ഒരു ഫോമിലായിരിക്കും. അതായത് ഒരു മോയിസ്ചർ കണ്ടൻറ്റുള്ള എയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലായിരിക്കും എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ആ ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് നേരെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് കയറുന്നു. ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉൾവശം, ഫ്രിഡ്ജിൻ്റെ ഇൻസൈഡ് ഓഫ് ദി പോർഷൻ അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീസർ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നു ഈ റെഫ്രിജറൻറ്റ്, അതിൻ്റെ അകത്തേക്ക് കയറുന്നു. ഈ ഇവാപ്പറേറ്ററിൽ വെച്ചിട്ടാണ് ഈ ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ് അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് വഴി ഈ റെഫ്രിജറൻറ്റ് കയറപ്പോഴേക്കും അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ആ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള ലിക്വിഡും കൂടെ അങ്ങ് വേപ്പറാകും. അപ്പോൾ ഇതിൽ നിന്ന് എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് പ്ലസ് വേപ്പർ ആ ഒരു സ്റ്റേറ്റിലായിരിക്കും. അത് ഇവാപ്പറേറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഐറ്റംസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള ലിക്വിഡും കൂടി അങ്ങ് വേപ്പറായിട്ട് മാറുന്നു. അങ്ങനെ ഇവാപ്പറേറ്ററിൽ നിന്ന് റെഫ്രിജറൻറ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും 100% വേപ്പർ ഫോമിലായിരിക്കും അത് പുറത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് എനർജിയും കൂടെ അത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇവാപ്പറേറ്ററിൽ നിന്ന് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൽ നിന്നുള്ള ഹീറ്റ് എനർജിയും കൂടെ ക്യാരി ചെയ്ത റെഫ്രിജറൻ്റാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതെന്ന് പറയുന്ന 100% വേപ്പർ ഫോമിലായിരിക്കും. ആ ഹീറ്റ് എനർജിയോടെ തന്നെ ഈ വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് വീണ്ടും കംപ്രസറിലോട്ട് കയറുന്നു. അതിന് ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുന്നു. ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുമ്പം പ്രഷറും ഇൻക്രീസ് ആകും, കൂടെ ടെമ്പറേച്ചർ ആൾറെഡി ഹീറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ടെമ്പറേച്ചർ ഒരുപാട് കൂടും. അത് നേരെ കണ്ടൻസറിലോട്ട് ചെല്ലുന്നു. കണ്ടൻസറിൽ വെച്ചിട്ടാണ് ഈ കംപ്രസറിൽ നിന്ന് പ്രഷർ കൂടിയപ്പോഴുള്ള ആ ഒരു ടെമ്പറേച്ചർ കൂടിയ അതും ഈ ഇവിടെ നിന്ന് ഇവാപ്പറേറ്ററിൽ നിന്ന് ക്യാരി ചെയ്യുന്ന ഹീറ്റ് എനർജിയും കൂടെ റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഹീറ്റ് എനർജി എക്സ്പെൽ ചെയ്യുന്നത് ഈ ഒരു കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ്. അപ്പോൾ അത് കണ്ടൻസർ എന്ന് പറയുന്ന ഡിവൈസ് വഴി കൂളിംഗ് വാട്ടറൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിലുള്ള ഹീറ്റ് എനർജി ഈ റെഫ്രിജറൻറ്റിലുള്ള ഹീറ്റ് എനർജി റിജക്റ്റ് ചെയ്യുകയും അതുവഴി അത് തണുത്ത് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നു. അത് വീണ്ടും എക്സ്പാൻഷൻ വാൽവിലേക്ക് കയറി ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം, ഈ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മുടെ ഫ്രിഡ്ജിലും എയർ കണ്ടീഷണറിലും എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്നൊക്കെ പറയാമെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള വർക്കിംഗ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. ആ റിവേഴ്സ് കാർനോട്ട് സൈക്കിളുമായിട്ട് ഇത് കപ്പിൾ ചെയ്ത് നിങ്ങൾ നോക്കാനായിട്ട് നിൽക്കണ്ട. വേപ്പർ കംപ്രഷൻ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കുക, ഈ പാർട്സ് ഓരോന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ റെഫ്രിജറൻറ്റ് സ്റ്റേറ്റ് ഓരോ ഡിവൈസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള, അകത്ത് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴുള്ള സ്റ്റേറ്റ് എന്താണ് ഇതായി ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് സിമ്പിൾ സെൻറ്റൻസിൽ ഈ വർക്കിംഗ് അങ്ങ് എഴുതുക. അപ്പോൾ ഈ കംപ്രസറിൽ വെച്ച് റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുന്നു. അതിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻ്റാണ് ഈ കണ്ടൻസറിലോട്ട് കയറുന്നത്. ഇതിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ ടെമ്പറേച്ചർ റിമൂവ് ചെയ്യുന്നു. കൂളിംഗ് വാട്ടറൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ റിമൂവ് ചെയ്യുന്നു. ഇവാപ്പറേറ്റർ ഇന്ന് തന്നെ ക്യാരി ചെയ്ത് ഇവാപ്പറേറ്റർ വഴി അത് ഹീറ്റ് ക്യാരി ചെയ്ത് ആ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജിയും കൂടെ ക്യാരി ചെയ്താണ് ഇതുവരെ എത്തിയത്. അതും കൂടെ അങ്ങ് റിജക്റ്റ് ചെയ്ത് ആ റെഫ്രിജറൻറ്റ് വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻറ്റ് കണ്ടൻസായി ലിക്വിഡ് ഫോമിലോട്ടാവുന്നു. അപ്പോൾ ഇവിടെ വെച്ച് പ്രഷറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അത് നേരെ എക്സ്പാൻഷൻ വാൽവിലേക്ക് കയറുന്നു. അവിടെ വെച്ച് അത് സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, അതായത് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ലിക്വിഡ് ഫോമിലുള്ള റെഫ്രിജറൻറ്റ് പെട്ടെന്ന് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിലുള്ള കുറേ പോർഷൻ റെഫ്രിജറൻറ്റ് വേപ്പറായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലായിരിക്കും. ആ ലിക്വിഡ് പ്ലസ് വേപ്പർ ഫോമിലുള്ള റെഫ്രിജറൻ്റാണ് ഇവാപ്പറേറ്ററിലോട്ട് കയറുന്നത്. ഇതിൻ്റെ അകത്ത് വെച്ച് ആ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള ലിക്വിഡും കൂടെ വേപ്പറായിട്ട് മാറുന്നു. അപ്പോൾ ഇത് ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ 100% വേപ്പർ ഫോമിലായിരിക്കും. ആ ഹീറ്റും കൂടെ ക്യാരി ചെയ്ത് 100% വേപ്പർ ഫോമിലായിരിക്കും പുറത്തോട്ട് ഇറങ്ങുന്നത്. അതിനെ വീണ്ടും കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ആക്കുന്നു. അത് പിന്നെ അവിടെ നിന്ന് നേരെ കണ്ടൻസറിലോട്ട് പോകുന്നു. അതിങ്ങനെ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഇതാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഈ ഫിഗറും വരച്ച് വർക്കിംഗ് എഴുതുക, അതിൻ്റെ കൂടെ ഈ COPയും കൂടെ എഴുതി വയ്ക്കുക. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്, അത് കണ്ടെത്താനുള്ള ഈ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് എഴുതി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ റിവേഴ്സ് ഗാർണർ സൈക്കിളിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ, അതൊന്ന് വലുതാക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഇവാപ്പറേറ്റർ, ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് എന്നാണ് നമ്മൾ റിവേഴ്സ് ഗാർണർ സൈക്കിളിൽ പഠിച്ചത്. ഹീറ്റ് അബ്സോർബ്ഡ്, ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഇവാപ്പറേറ്ററിൽ നിന്നാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഇത് ഇവാപ്പറേറ്ററിലായിരിക്കും നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്, ഫ്രിഡ്ജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇവാപ്പറേറ്ററിൽ നിന്നായിരിക്കും ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇവാപ്പറേറ്ററിൽ വെച്ച് എത്ര ക്വാണ്ടിറ്റി ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, അതാണ് ഇവിടെ ന്യൂമറേറ്ററായിട്ട് നമ്മൾ എഴുതുന്നത്. ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഇവാപ്പറേറ്റർ ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഏത് ഡിവൈസാണ് വർക്ക് ഡൺ നടക്കുന്നത്. ഇവിടെ ഇവാപ്പറേറ്ററിൽ വെച്ച് ഒരു വർക്ക് നടക്കുന്നില്ല, കണ്ടൻസറിൽ വെച്ച് ഒരു വർക്ക് നടക്കുന്നില്ല. ഈ കൂളിംഗ് വാട്ടറൊക്കെ നാച്ചുറൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ കൺവെക്ഷൻ വെച്ചിട്ടായിരിക്കും ഇവിടെ കണ്ടൻസേഷൻ നടക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സ്പാൻഷൻ വാൾവിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കൊന്നും നടക്കുന്നില്ല. ഇവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്ക് നടക്കുന്ന ഈ ഒരു കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസിൽ മാത്രമാണ്. നമ്മുടെ റെഫ്രിജറേറ്ററിൽ, നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ 90% കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കംപ്രസർ എന്ന് പറയുന്ന ഒറ്റ ഡിവൈസാണ്. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ആയിരുന്നാലും അതിൽ കൊടുക്കുന്ന പവർ സപ്ലൈയുടെ 90% കൺസ്യൂം ചെയ്യുന്നത് ഈ കംപ്രസർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസാണ്. അപ്പോൾ ആ ഡിവൈസാണ് സത്യം പറഞ്ഞാൽ വർക്ക്, എന്തെങ്കിലും വർക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ കറണ്ട് സപ്ലൈ ചെയ്യുന്നുവെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന ഈ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസാണ്. അപ്പോൾ അതാണ് വർക്ക് ഡൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ, ഇവിടെ വർക്ക് ഡൺ ചെയ്യുന്നത് ഈ കംപ്രസർ മാത്രമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻപുട്ടായിട്ടൊന്ന് സംഭവം എന്ന് പറഞ്ഞാൽ, ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എനർജി കൺസംഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ വർക്കിംഗ് മാത്രമാണ്. അപ്പോൾ അതിനെയാണ് വർക്ക് ഡൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കംപ്രസർ ചെയ്യുന്ന വർക്ക് ഡൺ അനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, ആ റേഷ്യോയാണ് COP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം: ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഇവാപ്പറേറ്റർ ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. ഈ ഒരു റേഷ്യോയും കൂടി എഴുതി വയ്ക്കുക. അതാണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷനാണ് ഈ ഇത്. അപ്പോൾ ഇതും കൂടെ എഴുതി വയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ COP എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കത്തില്ല, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്, അതിന് യൂണിറ്റ് ഒന്നുമില്ല, പെർസെൻറ്റേജ് വാല്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഈ COPയുടെ വാല്യൂ എപ്പോഴും. അപ്പോൾ ഇതാണ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ റെഫ്രിജറേറ്ററിൻ്റെ, വീട്ടിലുപയോഗിക്കുന്ന ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാം. അത് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.